ചില മക്കള് ജന്മം ഉണ്ടെങ്കിൽ പള്ളി കയറില്ല. ഞാൻ എന്തോരം പേരോടാ പറഞ്ഞേക്കണേ, എന്തോരം പേരോട്. എൻ്റെ ഇടവക റോഡ് സൈഡിലാണ് ഇതുപോലെ, ഇതിനേക്കാളും ഭീകരമാണ്. കൊച്ചിൻ മെട്രോയുടെ 104-ാമത്തെ തൂണ് എൻ്റെ പള്ളിയുടെ മുമ്പിലാണ്. ഹൈവേല എൻ്റെ പള്ളി, ഹൈവേല എൻ്റെ പള്ളി. വഴിക്കോടെ എന്തോരം വിജാതീയരായ മനുഷ്യരെ പോണേന്നറിയൂ, മറ്റു മതസ്ഥര്. ഞാൻ എൻ്റെ മക്കളോട് പറയും, പള്ളിയുടെ പുറത്തു നിന്ന് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവര് IS ഭീകരരെക്കാളും വലിയ ഭീകരരാണ്. അത് ശരിയല്ല. കർത്താവിനെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, കുടുംബത്തിരുന്നാൽ മതി. ഇതിനീ പള്ളിയുടെ ഉമ്മറത്ത് വന്നിങ്ങനെ കുന്തുകാലും ഇരിക്കണത് പിച്ചക്കാരുടെ പോലെ എന്ത് കാര്യം വരുത്താൻ? എൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഞാൻ ചോദിക്കണ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തന്നേച്ചാൽ മതി. നിങ്ങളൊരു കാര്യം ഓർക്കണം, ദേവാലയത്തിൻ്റെ പുറത്തു നിന്ന് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ കുടുംബത്ത് കർത്താവ് കയറി ചെല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കർത്താവിൻ്റെ ആലയത്തിൽ കാലുകുത്താൻ മടിക്കുന്നവൻ്റെ വീട്ടില്, കർത്താവിൻ്റെ അങ്കണത്തില്, അവൻ്റെ പരിശുദ്ധ ഭവനത്തില് പ്രവേശിക്കാൻ വിമുഖനായവൻ്റെ വീട്ടില്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവളുടെ വീട്ടില് ഇവൻ കയറി ചെല്ലണമെന്ന് പറഞ്ഞാൽ ഇവൻ അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്തവനാവണം. നിങ്ങൾ പറ, അതെങ്ങനെ ശരിയാവണത്? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നല്ലട്ടാ, ഞാൻ തള്ളി പറയും. അതാ വചനം. കർത്താവിൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ മടിച്ച് അവൻ്റെ പരിശുദ്ധമായ ബലിയർപ്പണ സമയത്ത് ദേവാലയത്തിൻ്റെ പുറത്തു നിന്ന് കർത്താവിനെ ആക്ഷേപിക്കുന്ന ഒരുത്തൻ്റെ വീട്ടിലും യവൻ ആണണങ്ങ കയറില്ല എന്ന് ഈ അച്ഛന് നല്ല ഉറപ്പാ. ഏതെങ്കിലും പുരുഷ കേസരികള് പള്ളിയുടെ പുറത്ത് നിന്ന് ബലിയർപ്പിക്കുന്നവരുടെ ഭാര്യമാരോ മക്കളോ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങളും പുറത്തു നിന്ന് കുർബാന കണ്ടാൽ മതി. കാരണം നിങ്ങൾ മാത്രമായിട്ട് കയറിയിട്ട് ഒരു ബലമില്ല.